ഹരിപ്പാട് പ്രസവത്തിന് പിന്നാലെ മാതാവ് വലിച്ചെറിഞ്ഞ കുഞ്ഞിനെ CWC ഏറ്റെടുക്കും. അമ്മയ്ക്ക് മനമാറ്റം ഉണ്ടായ 2 മാസത്തെ പരിപാലനത്തിന് ശേഷം കുഞ്ഞിനെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. അശ്വിൻ പാലാഴി ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഏകദേശം ഒരാഴ്ച മുമ്പാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയ്ക്ക് ചികിത്സയ്ക്കെത്തിയ 19 വയസ്സുകാരി ആശുപത്രി ശുചിമുറിയിൽ പ്രസവിക്കുന്നത്. ഈ വിവരം ആശുപത്രിയെ കുടുംബത്തെ ഒന്നും പെൺകുട്ടി അറിയിച്ചിരുന്നില്ല. ഗർഭിണിയായിരുന്നു എന്ന വിവരം. ആശുപത്രി ശുചിമുറിയിൽ പ്രസവിച്ച് പൊക്കിൾക്കൊടി താനെ മുറിച്ച് ഈ പെൺകുട്ടിയെ, അതായത് പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞിനെ ജനാല വഴി പുറത്തേക്ക് എറിയുകയായിരുന്നു. കരച്ചിൽ ആശുപത്രി ജീവനക്കാരാണ് കുട്ടിയെ കണ്ടെത്തിയതും ആശുപത്രിക്കുള്ളിൽ പ്രസവിച്ചു എന്നുള്ള വിവരമൊക്കെ അറിയുന്നത്. പിന്നീട് ഈ സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. കുട്ടിയും അമ്മയും ഇപ്പോൾ ആരോഗ്യവതിയാണ്. രണ്ടുപേർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇരുവരും ഇപ്പോഴും നിരീക്ഷണത്തിൽ തുടരുകയാണ്. അതിനിടെയാണ് ഇന്നലെ CWC ഈ അമ്മയുടെ മൊഴി രേഖപ്പെടുത്താനും കൗൺസിലിങ്ങിനുമൊക്കെ ആശുപത്രിയിൽ എത്തിയത്. അവിടെ വെച്ച് CWC അധികൃതർ ചോദിച്ചു കുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന്. എന്തായാലും കുട്ടിയെ വേണ്ട എന്നുള്ളതാണ് 19 വയസ്സുകാരിയായ അമ്മ ഈ CWCക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ ഗർഭിണിയാണ് എന്ന വിവരം താൻ അറിഞ്ഞിരുന്നില്ല എന്നൊരു മൊഴി കൂടി പെൺകുട്ടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും പെൺകുട്ടി ഇത്തരത്തിലൊരു കാര്യം അറിയിച്ചതിനെ തുടർന്ന് CWC കുട്ടിയെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ജില്ലാ ശിശുഭവന് കൈമാറും. 2 മാസം ശിശുഭവന് കീഴിലായിരിക്കും കുട്ടി ഉണ്ടാവുക. അതിനുശേഷം ഈ 19 വയസ്സുകാരെ അമ്മയ്ക്ക് കുട്ടിയെ ഏറ്റെടുക്കാൻ എന്തെങ്കിലും മനംമാറ്റം ഉണ്ടായാൽ കുട്ടിയെ വിട്ടുകൊടുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ വണ്ടാനത്താണ് തുടരുന്നത്. ഈ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ പോലും ഈ 19 വയസ്സുകാരി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് CWC പറയുന്നത്. എന്തായാലും ഇന്ന് തന്നെ കുട്ടിയെ നിരീക്ഷണത്തിലേക്ക് മാറ്റി മറ്റ് നടപടികൾ തുടങ്ങാനാണ് തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.